ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവ്വാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ബീട്രൂട്ട് തോരനായിട്ടാണ് വന്നിട്ടുള്ളത്. ബീട്രൂട്ട് കുരുമുളകിട്ടത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വളരെ ടേസ്റ്റായിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബീട്രൂട്ട് തോരൻ റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 3 വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും 4 പച്ചമുളക് അരിഞ്ഞത്, 2 മീഡിയം സൈസ് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിൽ വെളുത്തുള്ളി ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമുക്ക് എല്ലാം പാനിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും ബീട്രൂട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൽ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളമൊന്നും ഇതിലൊഴിക്കേണ്ട ആവശ്യമില്ല. സവാളയിൽ നിന്നും ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നന്നായിട്ട് വെന്തോളും. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാതെ ഒരു 2 സെക്കൻഡ് ഒന്ന് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് കുരുമുളകിട്ടത് ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവ്വാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്